നമ്മൾ ഈ തോട്ടിൽ കയ്പ്പങ്ങ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. തോട്ടിൽ കയ്പ്പങ്ങ ഉണ്ടാക്കിയിട്ട് ഇവിടെയൊക്കെ കയ്പ്പങ്ങ ഉണ്ടായിട്ടുണ്ട്. ചെറിയ കയ്പ്പങ്ങ ഉണ്ട്. ഈ കേട് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇറക്കാനും വൈകിട്ട് വേറെ പുറത്ത് പോയിട്ടുണ്ട്. നമ്മൾ കാഴ്ചത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ 2 കയ്പ്പങ്ങ കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറി ഉള്ളത് പറിച്ചെടുക്കാണ്ട്. കുറച്ച് കോവക്ക ഉണ്ട്. കയ്പ്പൊക്കെ തീർന്നതായിരുന്നു. അപ്പോൾ പിന്നെ ഉള്ളത് ഇങ്ങനെ വള്ളി വലിക്കാനായല്ലോ. അപ്പോൾ അത് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പിന്നെ ഇത് വഴുതനങ്ങയാണ് പറിക്കുന്നത് കേട്ടോ. വഴുതനങ്ങ ഇങ്ങനെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഭയങ്കര ഉറപ്പാണ് ഇതിൻ്റെ തണ്ടിന്. നമ്മളിത് പെട്ടെന്ന് ഇങ്ങനെ പറിച്ച് മാറ്റി കൊടുക്കാഞ്ഞാൽ ഇത് പിന്നെ കായ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതാവണ അനുസരിച്ച് നമ്മൾ മരത്തുമെന്ന് ഒഴിവാക്കി കൊടുക്കണം. എന്നാലേ പെട്ടെന്ന് വേറെയും പിടിക്കുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു പയറും പറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ കുറച്ച് പച്ച കളറ് വഴുതനങ്ങ ഉണ്ട്. അതുപോലെ തന്നെ ഇതുണ്ട്. ഇങ്ങനെ പൊട്ടിച്ചപ്പോൾ എൻ്റെ തല പൊട്ടി പോകുന്നു കേട്ടോ. ഒരു നഷ്ടമാണ്. ഇതിമ്മ പൂവ് ഇല്ലെങ്കിലും ഭാവിയിൽ പൂവ് ഉണ്ടാകാനുള്ളൊരു ഇതുണ്ടായിരുന്നു. അതായത് പൊട്ടി. അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും കൂടുതലുണ്ടെങ്കിലും നമുക്കൊരു 1 സെൻറ്റ് സ്ഥലമാണ് ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് വീടിനോട് ചേർന്നിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് ഉദാഹരണമാണ് ഞാൻ ഈ പറിച്ചിട്ടുള്ളത്. വേണ്ടിയില്ലേ, ഇത് നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള വഴുതനങ്ങ ഒന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ പറിക്കാനുണ്ട് കേട്ടോ. വേണ്ടിയില്ലേ, ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതെന്തോ ഒന്ന് ചാടിപ്പോയിട്ടുണ്ട്. ഇതിനെന്തോ കേട് പറ്റിയതാണ്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി. ഇനി ആ ഭാഗത്തൊന്നും ഇല്ല. ഇവിടെ ഒരു ചെറിയ വെണ്ടക്ക ഉണ്ട്. വെണ്ടക്ക ഇവിടെ കുഴിച്ചിട്ടൊന്നും വെണ്ടക്ക ശരിയായില്ല. ഇതൊക്കെ കേടാണ് വെണ്ടക്ക. വേണ്ടി ഇനി പയറാണ് എടുക്കുന്നത് കേട്ടോ. പയറുമ്മ ഈ നിറച്ച് ചോണന് ചേറുമ്പുണ്ടല്ലോ, കടിക്കാത്തൊരു സൈസ് എറുമ്പ് നിറച്ചുണ്ട് കേട്ടോ. പിന്നെ ഈ പുഴുക്കളൊക്കെ ഇങ്ങനെ മുട്ടടാൻ വരുന്നതും ഉണ്ടാവും എന്ന് കരുതുന്നു. പയർ നമ്മൾ ആവണത് നമ്മൾ പറിച്ച് വെക്കണം കേട്ടോ. പറിച്ചില്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇതിങ്ങനെ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. നല്ല വലിയ പയറുകളാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ മൂക്കണ നമ്മളിങ്ങനെ പറിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായിട്ട് ഒന്നായിട്ടൊന്നും നമ്മൾ പറിക്കണില്ല. നമ്മൾ ഈ മൂത്തത് മാത്രം പറിക്കുക. നമുക്ക് കറി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഇത് മാത്രമേ പറിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ വേണ്ടിയില്ലേ, ഇവിടെയൊക്കെ ഒരു പുഴുക്കാടുണ്ട്. ഇതിലൊന്ന് മരുന്നടിക്കണം. അതിപ്പോൾ അല്ലെങ്കിലിത് പറ്റ നശിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇതിന് മാത്രമല്ല, അത് മറ്റ് വിളകൾക്കും ഒരു പ്രശ്നക്കാരാണ്. അപ്പോൾ നമ്മളുള്ളതിങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു ഉപ്പേരിക്കുള്ള അതിൽ കൂടുതലും പയർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇല്ലെങ്കിലും ഉള്ളത് പറിച്ച് വെക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അത് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അത് കിട്ടും. ഇവിടെയൊക്കെ ഉണ്ട് സംഭവം. നമുക്കൊരു ഇതിനുള്ളത് അതിൽ കൂടുതലുണ്ട് കേട്ടോ. ഇനി നമ്മൾ അപ്പുറത്ത് പോയിട്ട് അവിടെ കുറച്ച് വഴുതനങ്ങ പറിക്കാണ്ട് ഒന്നും ആയിട്ടില്ല.
ഇതുണ്ടോ, ഇത് ആരെങ്കിലും കൊടുന്ന് വെച്ച മാതിരിയാണ് ഇവിടെ പിന്നെ കുക്കുംബർ ഉണ്ടായിട്ടുള്ളത്. കുക്കുംബർ നമുക്ക് ധാരാളം കുക്കുംബർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുക്കുംബർ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ വിളവ് ഇപ്രാവശ്യം കുക്കുംബറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുക്കുംബർ അത്ര വലിയൊരു പിന്നെ ബുദ്ധിമുട്ടുള്ള കൃഷിയൊന്നുമല്ല കേട്ടോ. നമുക്ക് പിന്നെ കുറഞ്ഞ ചിലവിൽ വിത്തിട്ട് എന്തെങ്കിലും ഒരു വളം കൊടുത്താൽ മതി കേട്ടോ. അതിൽ നമുക്ക് നല്ല പിന്നെ വിളവ് വരുന്നൊരു വിളയാണ് ഈ കുക്കുംബർ. അപ്പോൾ എല്ലാവരും അതൊന്ന് ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ ഇവിടെ പച്ചമുളക് ഇവിടെ പത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കാണാതെ നിൽക്കുന്നതാണ്. പറിച്ചില്ലെങ്കിൽ അത് പഴുത്ത് പോകും, കേടുമുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് പറിക്കാനുള്ളത് പിന്നെ അതാണ് ഈ പിന്നെ വഴുതനങ്ങ ഇവിടെ പറിക്കാണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഞാൻ തന്നെയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ആയതായത് ഇങ്ങനെ പറിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, എന്നാലും പറിച്ച് വെക്കാന്നുള്ളൂ. പിന്നെ ഇവിടെ ചീരൊക്കെ ഉണ്ട് കേട്ടോ. ചീര ഒന്നും ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ചീര ഇപ്പോൾ നോമ്പായത് രാത്രി വെച്ച് ചീരൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടോ. ഇത് മൂത്തതാണ്, ഇത് നമ്മൾ പറിച്ചെടുക്കുക. ഇത് ഒരു കേടുണ്ട്, ഇതിന് കേടുള്ളതാണെങ്കിൽ നമ്മൾ നിർത്തിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ കുറച്ച് മൂപ്പാണെങ്കിൽ നമ്മൾ പറിച്ചെടുക്കുക. പിന്നെ കുക്കുംബർ ഇവിടെ ഉണ്ട് കേട്ടോ. കുക്കുംബർ ഇതാ പറിക്കാനായിട്ടില്ല. ഇതിൻ്റെ അടിയിലൊക്കെ നമ്മളിങ്ങനെ തിരഞ്ഞാൽ കിട്ടും. ഇവിടെ കുക്കുംബർ ഇവിടെ ഇത് വലിയ കുക്കുംബർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചെറുത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പുറത്തൊക്കെ മൂത്തതുണ്ട്. ഇതൊക്കെ വിത്തിനായിട്ട് നമ്മൾ പിന്നെ നിർത്തിയതാണ് കേട്ടോ. വിത്തിന് നിർത്തിയതാണ്. ഇവിടെയും വിത്തിന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയാണ് പിന്നെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. പച്ചക്കറി ഏകദേശം ഒരു 4 കിലോൻ്റെ മേലെ പച്ചക്കറി ഇന്നുണ്ട് കേട്ടോ. കോവക്കുണ്ട്, വഴുതനങ്ങ, കുക്കുംബർ, പയർ, കൈപ്പക്ക, മുളക്, ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചുള്ളൂ, നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ വേണ്ടിയില്ല. പിന്നെ പയർ, പിന്നെ ഇത് പിന്നെ പയറുണ്ട്, പിന്നെ വഴുതനങ്ങ ഉണ്ട്, കയ്പക്ക ഉണ്ട്, കോവക്കൊക്കെ ഉണ്ട് കേട്ടോ. കോവക്ക, പിന്നെ ഞാൻ ഇവിടുന്ന് ചീര എടുത്തിട്ടില്ല കേട്ടോ. ചീര നമുക്ക് പിന്നെ ഇപ്പം തന്നെ എടുത്ത് വെച്ചോണ്ട് വരില്ല. നമ്മൾ അപ്പോൾ ആവശ്യത്തിനനുസരിച്ചാണ് പറിക്കലാണ്. അപ്പോൾ ഇത്ര പച്ചക്കറിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഏകദേശം ഒരു പിന്നെ 2-4 കിലോ ഉണ്ടാവും പച്ചക്കറി. ഇവിടെ പിന്നെ കോവക്കുണ്ട്, പയറുണ്ട്, കുക്കുംബറുണ്ട്, അതുപോലെ തന്നെ മുളക്, പിന്നെ കയ്പക്ക, ഇതൊക്കെയാണ് ഇന്നത്തെ പിന്നെ പച്ചക്കറി നമ്മൾ വിളവെടുത്തത്. അപ്പോൾ ഞാൻ പിന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ തോട്ടിൽ കയ്പങ്ങ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. തോട്ടിൽ കയ്പങ്ങ ഉണ്ടാക്കിയിട്ട് ഇവിടെയൊക്കെ കയ്പങ്ങ ഉണ്ടായിട്ടുണ്ട്. ചെറിയ കയ്പങ്ങ ഉണ്ട്. ഈ കേട് ഇങ്ങനെ വന്നിട്ടേ നമ്മൾ ഇറക്കാനും വൈകിട്ട് വേറെ പുറത്ത് പോയിട്ടുണ്ട്. കാഴ്ച അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ 2 കയ്പങ്ങ കിട്ടിട്ടോ.